വേനൽ ചൂട് കനത്തതോടെ മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടങ്ങി. ജലാശയങ്ങൾ വറ്റിത്തുടങ്ങിയത് കാർഷിക മേഖലയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് പൊതുവെ അഭിപ്രായമുയരുന്നത്. ചൂട് കനത്തതും വേനൽ മഴ കുറഞ്ഞതും കാരണം മലയോര ഗ്രാമങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുമോ എന്ന ആശങ്ക ഉയർത്തുകയാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. കിണറുകളിൽ വെള്ളം കുറഞ്ഞു തുടങ്ങിയതും കുഴൽക്കിണറുകൾ വറ്റിത്തുടങ്ങിയതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇത്തവണ ജനുവരി മുതൽ കനത്ത വെയിലാണ് അനുഭവപ്പെടുന്നത്. പകൽ സമയത്ത് പൊള്ളുന്ന ചൂട് അനുഭവപ്പെടുന്നതിനാൽ ജലസ്രോതസ്സുകളിൽ വെള്ളം വറ്റിത്തുടങ്ങുകയായിരുന്നു. മലയോര മേഖലയിലെ പ്രധാന പുഴകളായ ഇരിക്കൂർ, ചെമ്പേരി, നുച്ച്യാട്, കരുവഞ്ചാൽ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നതും ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞതും കൈത്തോടുകളിലും നീരൊഴുക്ക് കുറഞ്ഞതും ജലദൗർബല്യത്തിന് കാരണമായി. വാട്ടർഷെഡ്, മഴവെള്ള സംഭരണി ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ത്രിതല പഞ്ചായത്ത് നിർത്തലാക്കിയതോടെ വേനൽക്കാലത്ത് വിളകൾ സംരക്ഷിക്കാൻ വെള്ളമില്ലാതെ നട്ടം തിരിയുകയാണ് കർഷകർ. പണ്ട് നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സമയവും മഴ കിട്ടിക്കൊണ്ടിരുന്ന സമയമാണെങ്കിൽ ഇന്നത് ഒരുപക്ഷെ ജനുവരി ഓടുകൂടി ഭയങ്കര ചൂട് വരികയും നമ്മുടെ കാർഷിക വിളകൾ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായിട്ട്. ഇക്കൊല്ലമാണ് എനിക്ക് തോന്നുന്നു റബ്ബറിനൊക്കെ 4-1 പോലും ഉൽപ്പാദനം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ തോട്ടിലെ വെള്ളങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പറ്റിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ് അത് നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള പാക്കേജ് ഉണ്ടാക്കിയതിൽ കർഷകർ നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുന്നൊരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ തോടുകളും സംരക്ഷിച്ചുകൊണ്ട് തോടിൽ തടയണകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തന്നെ ഈ ജല ദൗർലഭ്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തോടിൻ്റെ കൃത്യമായി പ്ലാസ്റ്റിക്കുകൾ മാറ്റി വൃത്തിയാക്കുകയും നല്ല തടയണകൾ സൃഷ്ടിക്കുകയും ചെയ്താൽ തന്നെ ഈ നാട്ടിൽ ജല ദൗർബല്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കർഷകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലത്തേക്ക് നടക്കും. റബ്ബർ, കുരുമുളക്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾക്കാണ് പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ മാറ്റം കൂടുതൽ ദോഷം ചെയ്യുന്നത്. മറ്റ് കൃഷികളും കാലിവളർത്തലും പ്രതിസന്ധിയിലാണ്. അനിയന്ത്രിതമായി കുഴൽക്കിണർ കുഴിക്കുന്നതും ഭൂഗർഭജലത്തിന്റെ അളവ് കുറയാൻ കാരണമാകുന്നുണ്ട്. ജലവിധാനം താഴ്ന്ന പുഴയോരങ്ങളിൽ തന്നെ മോട്ടോർ സ്ഥാപിച്ചും മറ്റും കൃഷി ചെയ്യുന്ന പ്രവണതയും ഏറിവരികയാണ്. കരിയിടിച്ചിൽ രൂക്ഷമായ ഭാഗത്ത് ഭിത്തികെട്ടി സംരക്ഷിക്കാൻ തയ്യാറാവാതെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് എങ്ങും കാണുന്നത്. പുഴയിലെ വെള്ളം ഉപയോഗിച്ചെങ്കിലും കൃഷിയും മറ്റും ചെയ്യാൻ അനുവാദം നൽകണമെന്നാണ് ഭൂരിപക്ഷം കർഷകരും അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.